വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം. ഞാൻ ഡോക്ടർ ജെറോം. ജീവിതത്തിൽ എല്ലാവർക്കും കുറച്ച് ടെൻഷൻ, ഉത്കണ്ഠ ഉണ്ടാകാറുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ ഇത് നമ്മുടെ ജീവിതത്തെ തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് എപ്പോഴാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വ്യാകുലത ദിവസവും മണിക്കൂറുകളോളം നീളുന്നു. ചെറുതായ കാര്യങ്ങൾ പോലും മനസ്സിനെ അലട്ടുന്നു. മനസ്സ് ശാന്തമാക്കാൻ പറ്റുന്നില്ല. 2, ടെൻഷൻ കാരണം ശരീരലക്ഷണങ്ങൾ, അതായത് ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, കൈകാലുകൾ വിറയൽ, വിയർപ്പ് കൂടുതലായിട്ടുണ്ടാകുക, വയറുവേദന, തലചുറ്റൽ. എല്ലാ പരിശോധനകളും നോർമലായിട്ടും ഈ ലക്ഷണങ്ങൾ മാറാതിരിക്കുക. 3, ഉറങ്ങാൻ ബുദ്ധിമുട്ട്, രാത്രി പലതവണ ഉണരുക, രാവിലെ തളർന്ന് ഉണരുക. 4, ജോലി ചെയ്യാൻ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഡ്രൈവ് ചെയ്യാൻ പേടി, വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പേടി, സമൂഹത്തിൽ ആളുകളോട് സംസാരിക്കാൻ ഭയം. 5, ഏറ്റവും മോശമായ എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന തുടർച്ചയായ ചിന്തകളും ഭയവും. നിയന്ത്രിക്കാനാകാത്ത നെഗറ്റീവ് ചിന്തകൾ ആവർത്തിച്ച് വരിക. 6, ശക്തമായ ഭയം, പാനിക് അറ്റാക്സ്. അത് പെട്ടെന്ന് വരും, 10-20 മിനിറ്റിനുള്ളിൽ ഉച്ചസ്ഥായിയിലെത്തും. ശ്വാസമുട്ടൽ, നെഞ്ചുവേദന, മരിക്കുമെന്ന ഭയം, നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് തോന്നൽ. 7, ടെൻഷൻ കാരണം മദ്യമോ മയക്കുമരുന്നുകളോ ഉപയോഗിക്കുക. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാസങ്ങൾ നീളുന്നു എങ്കിൽ മനോരോഗ വിദഗ്ധൻ്റെ സഹായം തേടണം. മനസ്സിലാക്കുക, ആങ്സൈറ്റി, ടെൻഷൻ ചികിത്സിക്കാവുന്ന ഒരു അവസ്ഥയാണ്. സൈക്കോതെറാപ്പി, ആവശ്യമെങ്കിൽ മരുന്നുകൾ, ഇതിലൂടെ നല്ല മാറ്റം ഉണ്ടാകും. താങ്ക് യു ഫോർ ലിസണിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.